ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ഇന്ന് 50 നോമ്പിൻ്റെ 4ാമത്തെ തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച നാം വായിച്ചു കേട്ടതായ ഏവങ്കേലിയോനിൽ നിന്ന് ഒരു ഭാഗം ചിന്തിക്കണമെന്നാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ? ഏതാണ് എളുപ്പം എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 4 പേര് കൂടി ഒരു തളർവാദ രോഗിയെ യേശുതമ്പുരാന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ചുറ്റും കൂടി നിന്ന ആളുകൾ ഈ തളർവാദ രോഗിയെ അകത്തേക്ക് കൊണ്ടുവിടുവാൻ തടസ്സമായി നിൽക്കുകയാണ്. യേശുവിന് ചുറ്റും നിന്നുകൊണ്ട് അവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. എന്നാൽ ഒരാവശ്യക്കാരനെ കയറ്റിവിടുവാൻ അവർ തയ്യാറാകുന്നില്ല. പലപ്പോഴും ഇന്നത്തെ സമൂഹം അതാണ്. തനിക്ക് അനുഗ്രഹം കിട്ടണം, എനിക്ക് കിട്ടണം എന്നുള്ള സ്വാർത്ഥതയാണ് നമുക്ക് പലർക്കും ഉള്ളത്. എന്നാൽ നമ്മേക്കാൾ ശ്രേഷ്ഠത അല്ലെങ്കിൽ അനിവാര്യതയുള്ള ഒരാൾക്ക് വഴിമാറി കൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് താല്പര്യമില്ല. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് 4 പേര് ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചുകൊണ്ട് ആ കട്ടിലോടുകൂടി ആ തളർവാദ രോഗിയെ കർത്താവിന്റെ മുമ്പിലേക്ക് ഇറക്കുകയാണ്. കർത്താവ് അത്ഭുതപ്പെട്ടുകൊണ്ട് അയാളോട് പറയുകയാണ്, നീ നിന്റെ പാപങ്ങൾ മകനെ മോചിച്ചു തന്നിരിക്കുന്നു. ഇത് കേട്ട പരീശന്മാരും സാധുക്യരും ചുറ്റും കൂടി വളഞ്ഞു നിന്നിരുന്നതായ ആളുകൾ അവനെ വിമർശിക്കുകയാണ്. എന്താണ്? അവർ ഇതുവരെ കേട്ടിട്ടില്ല ഒരു പ്രവാചകൻ പോലും നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ദൈവം തമ്പുരാനല്ലാതെ പാപം മോചിക്കുവാൻ ആർക്കും അധികാരമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹമാണ് യഹൂദന്മാർ. അതങ്ങനെ തന്നെയാണ് താൻ. പ്രവാചകന്മാരിൽ ആരും തന്നെയും പാപം മോചിച്ചിട്ടില്ല. യേശു ഒരു പ്രവാചകനാണെന്നാണ്, ദീർഘദർശിയാണെന്നാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ കൂടെ കൂടി അവരെ യേശുവിനെ നിരീക്ഷിച്ചിരുന്നത്. ഇവിടെ കർത്താവ് താൻ ദൈവമാണെങ്കിൽ ദൈവപുത്രനാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ പദം ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ അവർ തിരിച്ചറിയുന്നില്ല. താനും അവരെ വിമർശിക്കുന്നത് അറിഞ്ഞ് കർത്താവ് അവരോട് ചോദിക്കുന്ന വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ, കിടക്കെടുത്ത് നടക്കുക എന്ന് പറയും, ഏതാണ് എളുപ്പമെന്ന് അവരോട് കർത്താവ് ചോദിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എളുപ്പം പാപം മോചിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറയുകയാണ്, ഒരു രോഗിക്ക് സൗഖ്യം ലഭിക്കുവാൻ, ഒരു പ്രതിസന്ധി മാറുവാൻ, ഒരു പ്രതികൂലത മാറുവാൻ, നമ്മുടെ ആകുലതകൾ മാറുവാൻ ഏറ്റവും എളുപ്പമായത് പാപം മോചിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പാപബോധവും പശ്ചാത്താപവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ പാപങ്ങൾ മോചിക്കും. പാപങ്ങൾ മോചിക്കപ്പെടുമ്പോൾ നമ്മുടെ രോഗം മാറും. അതാണ് പ്രാഥമികം. ഏതാണ് എളുപ്പം? എളുപ്പം പാപം മോചിക്കുന്നതാണെന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് മോചിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് മാത്രമായിരുന്ന പാപമോചനാധികാരം കർത്താവ് മനുഷ്യപുത്രന് പാപമോചിക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു, ശിഷ്യന്മാർ പിതാക്കന്മാർക്ക് കൊടുക്കുന്നു, പിതാക്കന്മാർ തലമുറയായി വൈദികർക്ക് അത് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു വൈദികന്റെ മുമ്പിൽ പോയി നാം പാപം ഏറ്റു പറയുമ്പോൾ ആ വൈദികൻ നമുക്ക് പാപമോചനം നൽകുന്നത്. പാപമോചനം എളുപ്പമായി നമുക്ക് പ്രാപിക്കാവുന്നതാണ്. ഈ പാപമോചനം അനുതാപത്തോടും പശ്ചാത്താപത്തോടും പ്രാപിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ എളുപ്പമായി തീരുന്നു. രോഗസൗഖ്യവും പ്രതിസന്ധിയും പ്രതികൂലതകളും മാറിപ്പോകുന്നു. കഷ്ടതയുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ അനുദപിക്കുവാൻ നമുക്ക് സാധിക്കണം. പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ഒരു വൈദികന്റെ മുമ്പാകെ 50 നോമ്പിൽ അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ കർത്താവിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു വചനം നിവൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിലൂടെ നമുക്ക് സൗഖ്യവും സമാധാനവും വീണ്ടെടുപ്പും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനാണ് പ്രാഥമികമായിട്ട് ആവശ്യമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതായി ഈ നോമ്പിൽ ഞങ്ങളുടെ പാപങ്ങളെ നിരത്തിൽ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ഞങ്ങൾ നാളെ നിൽക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആമേൻ.